വരൂ, ഇന്ന് നമുക്കൊരു പഴയ കാല ചൊടിയുള്ള ഒരു വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്നൊന്നും കേടുവരില്ല. ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാനാണെങ്കിലും ട്രെയിൻ യാത്രയ്ക്കോ ഒക്കെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാറുള്ളവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇതൊരു തുള്ളി മതി ചോറിനോ ഇഡ്ഡലിക്കോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വരും, നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 10-15 ചുമന്ന മുളക്, വറ്റൽ മുളക് ഞാൻ ഇതുപോലെ കുരു ഞെട്ടിയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള പുളിയും കൂടി അതിൽ ചേർത്തിട്ട് തിളപ്പിച്ച് ഇളം ചൂടുള്ള വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഒന്ന് നന്നായി കുതിർന്നോട്ടെ. നമുക്ക് അരയ്ക്കാൻ അത് ഈസിയാവും. പിന്നെ നല്ല കളറുള്ള മുളക് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ചമ്മന്തിക്ക് നല്ല കളറായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ഫുൾ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ഞാൻ ഒരു സവാളയാണ് കേട്ടോ, പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെറും സവാളയായാലും കുഴപ്പമില്ല, വെറും ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, രണ്ടും കൂടി ഇടുകയാണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും വെളുത്തുള്ളിയും ഒരു സവാളയും ഇത്രയും ചെറിയ ഉള്ളി കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തോളൂ, ചെറുതായിട്ട് നുറുക്കി വെക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നുറുക്കിയിട്ട് ഇത് നോക്കൂ, ഒരു കപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ പറയുക, വെളുത്തുള്ളി കൂടി വേണം. വെളുത്തുള്ളി ഇതേമാതിരി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞോളൂ, ചതച്ചെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ഇനി ഇതപ്പോഴേക്കും നമ്മളുടെ പുളിയും ഉള്ളിയും കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നല്ല മയ്യ് പോലെ അരച്ചെടുക്കണം കേട്ടോ, മിനുസത്തിൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നോക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ കളറൊക്കെ കാണാൻ. അപ്പോൾ മുളകിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ചമ്മന്തിയുടെ കളർ കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറുണ്ട് അത്യാവശ്യം. പിന്നെ ഇതിന് നമുക്കൊരു ഇത് നന്നായി നൈസായി അരച്ചതിനെ നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളം കലക്കിയിട്ട് ആ വെള്ളം കൂടി എടുത്തു വെച്ചോളൂ കേട്ടോ. നമുക്കിതിലേക്ക് ഈ ചമ്മന്തിക്ക് കുറച്ച് വെള്ളം ആവശ്യം വരും. അപ്പോൾ അതെടുത്ത് വെച്ചോളൂ. ഇനി നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും. കുറച്ച് അധിക ദിവസത്തിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ലെണ്ണ നല്ലതാണ്. നമ്മുടെ സാധാരണ എടുക്കണ എണ്ണയായാലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2-3 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും കൂടി പൊട്ടിക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവരുത് കേട്ടോ. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അപ്പോൾ അത് ഉള്ളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നല്ല തൈരും ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം അടിപൊളി കോംബോ ആണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാറുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അത് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മൾ മൂടി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളി ഇതുണ്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കഴുകി വെച്ചിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കണം. നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചോളൂ. ആ വെള്ളം വറ്റി കുറുകി വരണം. അപ്പോഴാണ് നമ്മളുടേത് പാകാവുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര കൂടി ചേർത്തി കൊടുത്തോളൂ കേട്ടോ. ശർക്കര ചേർത്താൽ മറക്കരുത്. അപ്പോൾ കുറച്ച് ശർക്കര ചേർത്തി കൊടുക്കണം. ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ ഇത് നോക്കൂ, ഇത് നന്നായിട്ടൊന്ന് ഇനിയും നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വേവിച്ചാൽ മതി. അപ്പോൾ ശർക്കര ഒരുപാട് ഇടരുത് കേട്ടോ, ഒരു 1/2 സ്പൂണൊക്കെ ആവശ്യം വരുള്ളൂ, അത്ര ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവാറുണ്ടെന്നും നല്ല നല്ല കമൻസും ലൈക്കും ഷെയറും എല്ലാം വരാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹം നിങ്ങളോടൊക്കെ. അപ്പം മുൻപിലേക്ക് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ നോക്കൂ, നമ്മളുടെ ചമ്മന്തി ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല മണമാണത്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ എന്തായാലും മറക്കരുത്, ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള സാധനങ്ങൾ ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ നമുക്ക് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ചൊടിയുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ, ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് നമ്മളിതാ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് നല്ല മുറുക്കുള്ളതിൽ ആക്കി നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ നമ്മളുടെ എന്തിനു വേണമെങ്കിലും ഇതോട്ട് ഉപയോഗിക്കാം. ഇഡ്ഡലിക്കോ ദോശയ്ക്കോ കഞ്ഞിക്കോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ എടുക്കാം. നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മൾ ആ അളവിൽ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഈ 2 ബൗളിലേക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയത്. ഇത്രയാണ് നമുക്ക് ആ അളവിൽ ഉണ്ടാക്കിയപ്പോൾ ചമ്മന്തി കിട്ടിയത്. അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ്. എന്തായാലും ട്രൈ ചെയ്യൂ. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോളൂ. ഓക്കെ, ബൈ.